എല്ലാവർക്കും ന്യൂസ് ഫാസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലോകം ശ്വാസമടക്കി പിടിക്കുന്ന ആ മഹാമുഹൂർത്തത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളൂ. വെറുമൊരു ക്രിക്കറ്റ് മത്സരം എന്നതിലുപരി ഇരു രാജ്യങ്ങളുടെയും അഭിമാനവും വൈകാരികതയും അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കാൻ പോകുന്ന ഇന്ത്യ-പാകിസ്ഥാൻ T20 ലോകകപ്പ് മഹായുദ്ധത്തിന് 2026 ഫെബ്രുവരി 15 കൊളംബോയിലെ ഇതിഹാസ മൈതാനം സാക്ഷ്യം വഹിക്കുകയാണ്. ഈ ഹൈവോൾട്ടേജ് പോരാട്ടത്തിനു മുൻപ് ക്രിക്കറ്റ് ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തുന്ന ഒരേയൊരു ചോദ്യം ഇതാണ്: പാകിസ്ഥാന്റെ ചിറകരിയാൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് കളത്തിലിറക്കുന്ന ആ 11 അംഗ മരണപ്പട എങ്ങനെയായിരിക്കുമെന്ന്. കൊളംബോയിലെ ദുരൂഹത നിറഞ്ഞ പിച്ചിനെ കീറി മുറിക്കാൻ പോന്ന സർവനാശം വിതയ്ക്കാൻ കെൽപ്പുള്ള ഏറ്റവും ഭയാനകവും സന്തുലിതവുമായ ഒരു പ്ലേയിങ് 11നെയാണ് ഇന്ത്യ ഒരുക്കി നിർത്തിയിരിക്കുന്നത്. പാക് ബൌളർമാരുടെ ഉറക്കം കെടുത്താനൊരുങ്ങുന്ന അതിമാരകമായ ഓപ്പണിംഗ് ജോഡിയാണ് ഈ ടീമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അടുത്തിടെയുണ്ടായ ഉദരസംബന്ധമായ അണുബാധയിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ് പൂർണ്ണ ഫിറ്റ്നസ്സോടെ മടങ്ങിയെത്തുന്ന അഭിഷേക് ശർമ്മയായിരിക്കും പാകിസ്ഥാന്റെ ആദ്യത്തെ പേടിസ്വപ്നം. പവർ പ്ലേ ഓവറുകളിൽ യാതൊരു ദയയുമില്ലാതെ എതിരാളികളെ തല്ലിച്ചതച്ച് മത്സരത്തിന്റെ ഗതി ഒറ്റയ്ക്ക് മാറ്റിയെഴുതാൻ കഴിവുള്ള ഈ യുവചെറുപ്പക്കാരന്റെ അറ്റാക്കിംഗ് ശൈലി പാക് ക്യാമ്പിൽ ഇതിനോടകം വിറയൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അവനൊപ്പം വിക്കറ്റ് കീപ്പർ ബാറ്ററായി മറ്റൊരു വെടിക്കെട്ട് വീരൻ ഇഷാൻ കിഷൻ കൂടി ചേരുമ്പോൾ അതൊരു അണുബോംബ് സ്ഫോടനമായി മാറും. ഫാസ്റ്റ് ബൌളർമാരുടെ പന്തുകളെ അതിക്രൂരമായി പുൾ കട്ട് ഷോട്ടുകളിലൂടെ അതിർത്തി കടത്താനും സ്പിന്നർമാരെ ക്രീസിന് പുറത്തിറങ്ങി പറത്താനുമുള്ള ഇഷാന്റെ അമാനുഷിക ശേഷി പവർ പ്ലേയിൽ ഇന്ത്യയ്ക്ക് സമാനതകളില്ലാത്ത മുൻതൂക്കം നൽകും. അഭിഷേക് ഇഷാൻ എന്ന ഈ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ പവർ പ്ലേയിൽ തീമഴ പെയ്യിച്ച് പാക് ബൌളർമാരുടെ ലൈനും ലെങ്തും നാമാവശേഷമാക്കുമെന്നാണ് ടീം മാനേജ്മെന്റിന്റെ ഉറച്ച വിശ്വാസം. ഈ കൊടുങ്കാറ്റിന് പിന്നാലെ വരുന്നത് ഇന്ത്യൻ മധ്യനിരയുടെ നട്ടല്ലായ ക്ലാസിക്കും പവറും സംഗമിക്കുന്ന മലയാളി സാന്നിധ്യം സഞ്ജു സാംസണാണ്. 3-ാം നമ്പറിൽ ഇറങ്ങുന്ന സഞ്ജുവിന് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ റൺസ് മലകയറ്റാനും മുൻനിര പരാജയപ്പെടുന്ന ഏതു വലിയ തകർച്ചയിൽ നിന്നും ടീമിനെ ഒറ്റയ്ക്ക് ചുമലിലേറ്റി പടുത്തുയർത്താനും കഴിയും. സ്പിന്നർമാർക്കെതിരെ നൃത്തം വെക്കുന്ന സഞ്ജുവിന്റെ ഫുട്വർക്കും ഏതൊരു വലിയ സമ്മർദ്ദത്തെയും ചിരിച്ചുകൊണ്ട് നേരിടാനുള്ള പക്വതയും പാകിസ്ഥാനെതിരെ അദ്ദേഹത്തെ അതിനിർണായകമായ ബ്രഹ്മാസ്ത്രമാക്കി മാറ്റുന്നു. തുടർന്നെത്തുന്നത് ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ മാന്ത്രികൻ, 360 ഡിഗ്രിയിൽ മൈതാനത്തിന്റെ ഏത് മൂലയിലേക്കും പന്ത് പായിക്കുന്ന സാക്ഷാൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ്. 4-ാം നമ്പറിൽ ഇറങ്ങുന്ന ഈ നായകന്റെ റിവേഴ്സ് സ്വീപ്പുകളും അസാധ്യമായ സ്കൂപ്പുകളും കൊളംബോയിലെ പിച്ചിൽ പാകിസ്ഥാന് മരണമണിമുഴക്കും. ഒരു വശത്ത് സ്കോർ ബോർഡിനെ റോക്കറ്റ് വേഗത്തിൽ പറത്തുന്നതിനൊപ്പം തന്റെ തന്ത്രപരമായ ബൌളിംഗ് മാറ്റങ്ങളിലൂടെയും ഫീൽഡ് വിന്യാസത്തിലൂടെയും പാക് പടയെ വരിഞ്ഞുമുറുക്കാൻ കാത്തിരിക്കുകയാണ് സ്കൈ. 5-ാം നമ്പറിലെത്തുന്നത് ഇന്ത്യൻ ടീമിന്റെ ഹൃദയമിടിപ്പായ സന്തുലിതാവസ്ഥയുടെ പര്യായമായ ഹാർദിക് പാണ്ഡ്യയാണ്. ഡെത്ത് ഓവറുകളിൽ ഏത് ലോകോത്തര ബൌളറെയും കളിപ്പാട്ടം പോലെ തല്ലിത്തകർക്കുന്ന വെടിക്കെട്ട് ബാറ്റിംഗും എതിരാളികളുടെ നട്ടലുടയ്ക്കുന്ന വിക്കറ്റുകൾ വീഴ്ത്തുന്ന ബൌളിംഗ് മികവും അദ്ദേഹത്തെ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പേടിസ്വപ്നമാക്കുന്നു. സമ്മർദ്ദത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോഴും ഐസ് പോലെ ശാന്തമായി കളി ഫിനിഷ് ചെയ്യാനുള്ള ഹാർദിക്കിന്റെ അമൂല്യമായ പരിചയസമ്പത്ത് ഇന്ത്യയുടെ സുവർണായുധമാണ്. ഒപ്പം 6-ാം നമ്പറിൽ മധ്യ ഓവറുകളിൽ സ്പിന്നർമാരെ പഞ്ഞിക്കിടാൻ പ്രത്യേകമായി എത്തുന്ന ശിവം ദുബൈ കൂടി എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ പവർ ഹിറ്റിംഗ് ഇന്ത്യൻ ബാറ്റിംഗിന്റെ ആഴം ശത്രുക്കൾക്ക് അളക്കാൻ കഴിയാത്തത്ര വലുതാക്കുന്നു. സ്പിന്നർമാരെ രാജാക്കന്മാരാക്കുന്ന കൊളംബോയിലെ ചുഴലി പിച്ചിൽ പാകിസ്ഥാനെ കൊടുക്കാൻ ഇന്ത്യ ഒരുക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഭയാനകമായ സ്പിൻ കെണിയാണ്. 7-ാം നമ്പറിൽ അക്സർ പട്ടേൽ റൺസ് വിട്ടുകൊടുക്കാതെ പാക് ബാറ്റർമാരെ ശ്വാസം മുട്ടിക്കുകയും വാലറ്റത്ത് വിലമതിക്കാനാവാത്ത റൺസ് അടിച്ചെടുക്കുകയും ചെയ്യും. ഇതിനു പുറമെ കുൽദീപ് യാദവിന്റെ മാരകമായ റിസ്റ്റ് സ്പിന്നും പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തുന്ന വരുൺ ചക്രവർത്തിയുടെ ആർക്കം പിടികൊടുക്കാത്ത മിസ്റ്ററി സ്പിന്നും പാക് ബാറ്റർമാരെ അക്ഷരാർത്ഥത്തിൽ ഭ്രാന്ത് പിടിപ്പിക്കും. ബാറ്റിംഗ് കൂടുതൽ കരുത്തുറ്റതാക്കാൻ വാഷിംഗ്ടൺ സുന്ദറിനെ ഒരു സർപ്രൈസ് പാക്കേജായി ഇറക്കാനും സാധ്യതയുണ്ട്. അതേസമയം തുടർച്ചയായ ഫോമില്ലായ്മ കാരണം വെടിക്കെട്ട് വീരൻ റിങ്കു സിംഗിന് ഈ മഹാപോരാട്ടം പുറത്തിരുന്ന് കാണേണ്ടിവരും. സ്പിന്നർമാർക്ക് മാത്രമല്ല, ഇന്ത്യയുടെ പേസ് ആക്രമണത്തിന് മുന്നിലും പാകിസ്ഥാന് ഉത്തരം മുട്ടും. പുതിയ പന്തിൽ വായുവിൽ സ്വിംഗ് മാന്ത്രികത തീർക്കാനും ഡെത്ത് ഓവറുകളിൽ വിരലൊടിക്കുന്ന യോർക്കറുകൾ എറിയാനും അർഷ്ദീപ് സിംഗ് കാത്തിരിക്കുമ്പോൾ ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ അത്യന്താധുനിക ആയുധമായ സാക്ഷാൽ ജസ്പ്രീത് ബുംറ എന്ന കൊടുങ്കാറ്റിനെ എങ്ങനെ നേരിടുമെന്നാലോചിച്ചാണ് പാക് ക്യാമ്പ് തലപുകയ്ക്കുന്നത്. നിർണായക ഘട്ടങ്ങളിൽ ബുംറയുടെ ഐസ് പോലെ തണുത്ത ശാന്തതയും ലേസർ ഗൈഡഡ് മിസൈൽ പോലെയുള്ള കൃത്യതയും മത്സരഫലത്തെ നിമിഷനേരം കൊണ്ട് ഇന്ത്യയ്ക്ക് അനുകൂലമാക്കും. ചുരുക്കത്തിൽ, കൊളംബോയിലെ പിച്ച് സ്ലോ ആണെങ്കിൽ ഇന്ത്യയുടെ സ്പിൻ ത്രിമൂർത്തികളും, ഇനി തുടക്കത്തിൽ പേസിനെ തുണയ്ക്കുന്നതാണെങ്കിൽ ബുംറ അർഷ്ദീപ് എന്ന ഡെഡ്ലി സഖ്യമായിരിക്കും പാകിസ്ഥാന്റെ വിധി നിർണ്ണയിക്കുക. ഈ അഗ്നിപരീക്ഷണത്തിൽ നിർഭയനായ നായകൻ സൂര്യകുമാർ യാദവിന്റെ തന്ത്രപരമായ കുശലതയും ഓരോ ഇന്ത്യൻ താരത്തിന്റെയും ഉരുക്കുപോലെയുള്ള മാനസിക കരുത്തും കൂടി ചേരുമ്പോൾ ഒരു കാര്യം 100% ഉറപ്പിച്ചു പറയാം: ഈ T20 മഹായുദ്ധത്തിൽ വിജയം ഇന്ത്യക്ക് തന്നെയായിരിക്കും. പാകിസ്ഥാന്റെ സകല വെല്ലുവിളികളെയും ചാരമാക്കി കൊളംബോയുടെ മണ്ണിൽ ഇന്ത്യ വിജയക്കൊടി പാറിക്കുക തന്നെ ചെയ്യും. ഈ വലിയ ചരിത്ര
ചരിത്ര വിജയം കാണാൻ നിങ്ങളും കാത്തിരിക്കുകയല്ലേ? നാളത്തെ ഈ തീപ്പാറും പോരാട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ തകർത്തെറിയുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ആവേശം ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ അറിയിക്കൂ. താഴെ ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്ത് നമ്മുടെ സ്വന്തം ടീമിന് പിന്തുണ പ്രഖ്യാപിക്കൂ. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.